നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30, 2025 ചൊവ്വ. അങ്ങനെ നമ്മൾ ഇന്ന് ഈ വർഷത്തെ നിഫ്റ്റിയുടെ അവസാന ട്രേഡിംഗ് സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഡിസംബർ മാസത്തെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫെഡ് ചെയർമാൻ ജെറോം പവലിനെ കുറിച്ച് US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും പുതിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരികയുണ്ടായി. മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷന്റെയും റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നലെയും തുടർന്ന് നഷ്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല, ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുക. 2759.89 കോടി രൂപയ്ക്കാണ് സെല്ലിംഗ് തുടരുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2643.85 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 25,830 എന്ന ലെവൽ അതിപ്രധാനമാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലകൊള്ളുന്നതും. ഈ ലെവലും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചകളിലെ വീക്ക്ലി ലോയായ 25,726 എന്ന ലെവലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കീ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയിൽ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദനം ഒക്ടോബറിലെ മാന്ദ്യത്തിൽ നിന്ന് നവംബറിൽ 6.7% വളർച്ചയോടെ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. കൂടാതെ നവംബർ മാസത്തെ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡേറ്റയിലും 8% വളർച്ചയാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായത്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. എന്നാൽ US നിന്നും നാളെ വെളുപ്പിനെ 12:30 FOMC മിനിറ്റ്സിന്റെ റിലീസുണ്ട്. നിലവിലെ ഫെഡ് ചെയർമാനായ ജെറോം പവൽ രാജിവെക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് ഇന്നലെയും US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും ഉറപ്പിച്ചു പറയുകയുണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികൾ പ്രസിഡന്റ് സ്വീകരിക്കുമെന്നുമുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വരികയും ഉണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസ്, വിപ്രോ ADRകൾ ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സുകൾക്കും 1% താഴെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 2%-അടുത്തും വിപ്രോ ADRന് 1%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ടെക് ജയൻസ് സ്റ്റോക്കുകളിൽ നേരിട്ട ഇടിവിനെ തുടർന്ന് S&P 500-ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 0.5%-യും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത്. 5 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഇന്ന് വെളുപ്പിനെ 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-അടുത്തും കൊറിയൻ മാർക്കറ്റ് 0.5%-അടുത്തും നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5%-ഓളം ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $61.19 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $57.79 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും ഇടിവ് തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ നിലവിൽ രാവിലെ നേരിയ ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഗോൾഡിന്റെ വിലയിൽ ഏകദേശം $200 ഇടിവും നേരിടേണ്ടി വന്നു. നിലവിൽ $4,348.22 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.56 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലും
ഇന്നലെയുണ്ടായ ഫോളിന്റെ ഫലമായിട്ട് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 EMA-കളുടെ ഗ്രിപ്പും നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവയുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 50 എന്ന ലെവലിന് താഴേക്കായിട്ട് 49.06 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,100 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 25,900 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിലുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.66 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ നിഫ്റ്റിയുടെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 EMA-കളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വന്നു. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 48.5 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്കും 59,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലുപ്പിൻ ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാൻ ആൻഡ് ലീ ഫാർമസ്യൂട്ടിക്കൽസുമായി ലൈസൻസിന്റെയും വിതരണത്തിന്റെയും കരാറിൽ ഏർപ്പെട്ടു. റെയിൽ വികാസ് നിഗം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് 201.23 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് ഡിസംബർ 12 ശേഷം അഡീഷണൽ ആയിട്ട് 569 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ് വരികയുണ്ടായി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു IFSC ബാങ്കിംഗ് യൂണിറ്റ് സ്ഥാപിക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിക്കുകയുണ്ടായി. വാരി എനർജീസ് 2026 മെയ് 15 മുതൽ പ്രാബല്യത്തോടെ കമ്പനിയുടെ മുഴുവൻ സമയ ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനങ്ങളിൽ നിന്ന് ശ്രീ അമിത് പൈതങ്കർ രാജിവെക്കുകയുണ്ടായി. ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് ശ്രീ T നടരാജൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് ഇന്ത്യ 100% പൂർണ്ണമായും സിന്തറ്റിക് പ്രീമിയം മോട്ടോർ സൈക്കിൾ എഞ്ചിൻ ഓയിൽ ഗൾഫ് സിൻട്രാക്കിന്റെ പുതിയ ശ്രേണി കമ്പനി പുറത്തിറക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.